നമസ്കാരം. ശബരിമലയിൽ നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സ്വർണ്ണ കവർച്ച കേസിൽ അത്യന്തം ഗൗരവകരമായിട്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ പോലും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള വൻ അഴിമതിയുടെ ചുരുളുകൾ അഴിയുമ്പോൾ കേരള ഹൈക്കോടതി വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്ന സാഹചര്യമാണ്. ശ്രീകോവിലെ സ്വർണ്ണപ്പാളികളുടെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് മുംബൈയിലെ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ അതീവ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്താനാണ് കോടതിയുടെ പുതിയ നിർദ്ദേശം. VSSC നേരത്തെ നൽകിയ റിപ്പോർട്ടിലെ ആ അവ്യക്തതകൾ അത് കൃത്യമായി പരിഗണിച്ചാണ് ഈ ഒരു മാറ്റം. ഇതോടെ ഭരണകൂടത്തിലെയും ദേവസ്വം ബോർഡിലെയും ഉന്നതരിലേക്ക് അന്വേഷണത്തിൻ്റെ നിഴൽ ഇപ്പോൾ നീളുകയാണ്. അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യപ്രകാരം പുറപ്പെടുവിച്ചിട്ടുള്ള ഹൈക്കോടതിയുടെ ഈ ഇടക്കാല ഉത്തരവ് കേസിൽ നിർണായക തെളിവായി മാറും. 1998 UB ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീകോവിൽ നവീകരണ പ്രവർത്തനങ്ങളിൽ മെർക്കുറി ഉപയോഗിച്ചായിരുന്നു സ്വർണം പൂശിയത്. എന്നാൽ VSSC നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ചില പാളികളിൽ മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ഇത് പഴയ സ്വർണ്ണപ്പാളികൾ മോഷ്ടിക്കപ്പെടുകയും പകരം വ്യാജപാളികൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തുവെന്ന സംശയത്തിന് ബലം നൽകുന്നു. നിലവിൽ എത്രത്തോളം സ്വർണം പാളികളിൽ ഉണ്ടെന്നും അവയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നും കണ്ടെത്താൻ മുംബൈയിലെ അത്യാധുനിക ലാബിലെ ഫലങ്ങൾക്കായിട്ട് ഇപ്പോൾ കാത്തിരിക്കുകയാണ് കോടതിയും അന്വേഷണ ഏജൻസികളും. ശ്രീകോവിലിലെ പാളികൾക്ക് പുറമെ ശബരിമലയിലെ കൊടിമര പുനർനിർമ്മാണത്തിലുമൊക്കെ തന്നെ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായിട്ട് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണകാലത്ത് നടന്ന കൊടിമര പുനർനിർമ്മാണത്തെക്കുറിച്ച് പ്രത്യേകം അന്വേഷണം നടത്താനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഈ കാലയളവിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ കടത്തുകയും പകരം പുതിയവ സ്ഥാപിക്കുകയും ചെയ്തുവെന്ന ആരോപണമാണ് ഉയരുന്നത്. അനധികൃത പണപ്പിരിവും വാജീവാഹനം ഉൾപ്പെടെയുള്ളവയുടെയൊക്കെ തന്നെ ക്രമവിരുദ്ധമായിട്ടുള്ള കൈമാറ്റവും നടന്നുവന്ന ആ ഒരു കണ്ടെത്തൽ അത് കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന അന്വേഷണത്തിലേക്ക് നീങ്ങാനായിട്ട് കാരണമായി മാറും. അതുകൊണ്ട് തന്നെ അന്വേഷണം വ്യാപിപ്പിക്കാനും ഇത് കാരണമായേക്കാം. രാഷ്ട്രീയ വൃത്തങ്ങളെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ ആരംഭിച്ച ED അന്വേഷണം ഇപ്പോൾ നിർണായക അറസ്റ്റുകളിലേക്ക് നീങ്ങുകയാണ്. ജനുവരിയിൽ 3 സംസ്ഥാനങ്ങളിലായി നടന്ന റെയ്ഡുകളിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു. EDയുടെ അന്വേഷണ രീതി അത് SITയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. സ്വർണം കണ്ടെത്തുക എന്നതിലുപരിയായിട്ട് സ്വർണ്ണ കവർച്ചയിലൂടെ പ്രതികൾ സമ്പാദിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടുക എന്നതാണ് അവരുടെ പ്രാഥമിക ലക്ഷ്യം. അറസ്റ്റ് ചെയ്താൽ നിശ്ചിത സമയത്തിനകം കുറ്റപത്രം നൽകേണ്ടതുണ്ട് എന്നതിനാൽ തന്നെ തെളിവുകൾ കൃത്യമായി ക്രോഡീകരിച്ച ശേഷം മാത്രമേ പ്രതികളെ കസ്റ്റഡിയിലെടുക്കൂ എന്ന ജാഗ്രതയിലാണ് ഇപ്പോൾ ED സംഘം. കേസിലെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധങ്ങളും ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ടുണ്ട്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJP നേതാക്കളുമായിട്ടും കർണാടക മുൻ മുഖ്യമന്ത്രി സദാനന്ദ ഗൗഡയുമായുള്ള അടുത്ത ബന്ധം വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നത് ഗൗരവകരമാണ്. ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ നടന്ന സ്വർണ്ണവാതിൽ സമർപ്പണ ചടങ്ങിൽ ഇവർ ഒരുമിച്ച് പങ്കെടുത്തതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഒരു കവർച്ചാ സംഘം ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നുവോ എന്ന സംശയം ഇതോടെ ശക്തമായി. നിലവിൽ ജാമ്യത്തിലിറങ്ങിയ പോറ്റിയുടെ മൊഴികൾ വരും ദിവസങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ് എന്നിവരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട്. നീതിന്യായ വ്യവസ്ഥയുടെ കണിശമായ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ കേസിൻ്റെ ഓരോ ഘട്ടവും നീങ്ങുന്നത്. മുൻ ദേവസ്വം കമ്മീഷണർ N. വാസുവിൻ്റെ ജാമ്യാപേക്ഷയിൽ കോടതി പറയുന്ന തീരുമാനവും ഈ കേസിൽ നിർണായകമാണ്. അടച്ചിട്ട മുറിയിൽ അതീവ രഹസ്യമായിട്ടാണ് കോടതി ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിഗണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അഴിമതിയുടെ ആഴം ഇത് വ്യക്തമാക്കുന്നതാണ്. ഫെബ്രുവരി 19 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ നിന്നും ഉള്ള റിപ്പോർട്ടുകൾ ലഭ്യമായാൽ അത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ചുരുളഴിയുന്ന ഒരു നിമിഷമായിരിക്കും. വിശ്വാസത്തെ തന്നെ വിറ്റ് കാശാക്കിയ ഈ സ്വർണ്ണ കവർച്ചയിലെ യഥാർത്ഥ പ്രതികൾ ഉടൻ നിയമത്തിന് മുന്നിൽ എത്തുമെന്ന് ഭക്തജനങ്ങളും പൊതുസമൂഹവും പ്രതീക്ഷിക്കുകയാണ്.